ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് യു ഷുഡ് നോ വാട്ട് ടു റൈറ്റ് ആൻഡ് വാട്ട് നോട്ട് ടു റൈറ്റ്. അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇതിന് സിമ്പിൾ ആയിരിക്കുന്ന ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പൊ ഒരു ചോദ്യം, ഇപ്പൊ മാത്സിൽ വരുന്ന ഒരു ചോദ്യം കണ്ടാലോ അത് ഞാൻ അറ്റൻഡ് ചെയ്യണോ വേണ്ടിയോ എന്ന് എനിക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയണം. ടീച്ചേഴ്സിന് പറയാൻ കഴിയില്ല വെക്ടേഴ്സ് എന്നുള്ള ചാപ്റ്റർ വന്നാൽ അല്ലെങ്കിൽ മെട്രിസസ് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതണമെന്ന് ടീച്ചേഴ്സിനെക്കാളും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും സെൽഫ് ഇവാലുവേഷൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ഭയങ്കര ആക്റ്റീവായിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ എക്സാമിനേഷൻ ഹാളിലുള്ള ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗസ് വർക്ക് ചെയ്യരുത്. അതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാരണം. ഒരു നെഗറ്റീവ് മാർക്ക് വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ റാങ്കിലും പെർസെന്റേജിലൊക്കെ വേരിയേഷൻസ് വരും. വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ലോ സ്കോറിംഗ് പരീക്ഷയാണ്. 300-ല് ജനറലി ഇതുവരെ കഴിഞ്ഞ ചില ഷിഫ്റ്റുകളിൽ ഒഴിച്ചു നിർത്തിയ ജനറലി 150+ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു NIT സീറ്റ് ഗ്യാരണ്ടി ചെയ്യാൻ കഴിയും. NIT-യിൽ മാത്രമല്ല, ട്രിപ്പിൾ ITs ഉണ്ട്, ജാമിയ മിലിയ ഉണ്ട്, അലിഗഡ് ഉണ്ട്, ഡൽഹി ടെക്നോളജി യൂണിവേഴ്സിറ്റി ഉണ്ട്. ചില യൂണിവേഴ്സിറ്റീസ് ഗേൾസിന് മാത്രം JEE മെയിനിന്റെ സ്കോർ വെച്ചാണ് അഡ്മിഷൻ എടുക്കുക. അപ്പൊ ഇവിടെയൊക്കെ നമുക്കൊരു 93, 94, 95, 96% ഉണ്ടെങ്കിൽ അഡ്മിഷനുള്ള സ്കോപ്പ് ഉണ്ട്. 97% അബവ് വരുമ്പോഴാണ് NIT-യിലേക്ക് നമുക്ക് സീറ്റ് ഗ്യാരണ്ടി ചെയ്യാൻ കഴിയാം. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഡിമാൻഡിങ് ആയിരിക്കുന്ന കോഴ്സുകൾ വേണമെങ്കിൽ കുറച്ചുകൂടി 98, 99%ലേക്ക് നമ്മൾ മാറണം. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മുടെ ഈ എക്സാമിനേഷൻ വളരെ ക്രൂഷ്യലാണ്. കാരണം ഇന്ത്യയുടെ മെജോറിറ്റി ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും എല്ലാം JEE മെയിനിന്റെ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ എക്സാം കാണുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ഫേസ് ഉണ്ട്. ആൻഡ് ഹോപ്പ്ഫുള്ളി സെക്കൻഡ് ഫേസിൽ നമുക്ക് കുറെ കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ പഠിച്ചതിന്റെ അതേ ഗ്രാവിറ്റിയിൽ നിങ്ങൾ എക്സാമിനേഷൻ നോക്കിയാൽ സെക്കൻഡ് ഫേസിൽ ഭയങ്കരമായിട്ട് കത്തിക്കയറും. അത് എപ്പോഴും ലാസ്റ്റ് നിങ്ങൾ എങ്ങനെ, എപ്പോഴും ഇക്ബാൽ സാർ പറയുന്ന ഒരു ഡയലോഗാണ്, എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല എങ്ങനെ അവസാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് വളരെ നന്നായിട്ട് വരുന്ന എക്സാംസ് എഴുതുക. ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. പിന്നെ ടെൻഷൻ ഒന്നും ആവണ്ട, എക്സാംസ് ഇനിയും വന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ നമ്മൾ വരുന്ന എക്സാംസ് നമ്മൾ എഴുതുന്നു, അതിന്റെ റിസൾട്ട് കാണുന്നു, നമുക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മൾ പോകും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യുക, എക്സാംസ് എഴുതുക, തിരിച്ചു വരിക. ഓക്കെ, സോ അത്രയാണ് പറയുന്നത്. താങ്ക് യു എവരിവൺ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.